പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അസ്ഹബിഹി അജ്മഈൻ ആമീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുപരിചിതമായൊരു വിഷയമാണ് തൗഹീദ്. അൽഹംദുലില്ലാഹ്, ആ തൗഹീദോട് കൂടി ജീവിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുക എന്നത് തന്നെ വലിയൊരു സന്തോഷമായ കാര്യമാണ്. നമ്മുടെ കൂടെ പലരും അതിൻ്റെ പൂർണ്ണമായ ഇത് പഠിക്കാനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ലോകത്ത് എന്തെല്ലാം തൗഹീദ് വളരെ അനുസരിച്ച് അതിനെതിരായ ശിർക്ക് ഓരോ സമയത്തും പല പല രൂപത്തിൽ ഇന്ന് പണ്ട് കണ്ടിരുന്നേക്കാൾ എത്രയോ ലോകം പുരോഗമിച്ച് വരുന്നതിനനുസരിച്ച് അതേപോലെ ശിർക്കും വളർന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പാറയിലൂടെ അരിച്ചു വരുന്ന ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്ന പോലെ ശിർക്ക്, തൗഹീദിന്റെ വിപരീതമായ ശിർക്ക് കടന്നു വരുമെന്ന്. തൗഹീദ് എന്നാൽ എന്താണ് നമുക്കറിയാം. നമ്മുടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നതാണ്. അതിനെ 3 വിഭാഗമായി തിരിച്ചു. തൗഹീദ് ഉലൂഹിയ്യ, തൗഹീദ് അസ്മാഉൽ അങ്ങനെ തൗഹീദ് റുബൂബിയ്യ, അങ്ങനെ 3ആയി തിരിച്ചു. ഇതിന്റെ 3നും വിശദീകരിച്ച് പറയുക എന്നത് ഇവിടെ സാധ്യമല്ല. മാഷാ അല്ലാഹ്, ഏതായാലും നമ്മളെ ജീവിച്ച് മരണം വരെ ഈ തൗഹീദിൽ ഉറച്ച് ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിന് ബാധ്യതയാണ്. വൻപാപങ്ങളിൽ പെട്ടുപോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ തൗഹീദിലൂടെ കൂടി ജീവിച്ച ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ തൗഹീദിലൂടെ അല്ല ജീവിച്ചതെന്ന് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ നബിക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അതാണ് തൗഹീദിന്റെ ഒരു പ്രത്യേകത. സൂറത്ത് തോയിൽ അള്ളാഹു പറയുന്നു, ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ അദാ. അദ്ദേഹം പറഞ്ഞു, ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതി നൽകുകയും എന്നിട്ട് അതിനെ വഴി കാണിക്കുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ്. നമ്മുടെ റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും എല്ലാം. സൃഷ്ടിയുടെ എല്ലാ വിധത്തിലും അവൻ അറിയുന്നു. അവൻ ജനിച്ചിട്ടില്ല, അവൻ മരിച്ചിട്ടില്ല. അവന് ഈ ലോകം മൊത്തം പരിപാലിക്കുന്നത് നമ്മുടെ ഏക സൃഷ്ടാവായ അള്ളാഹുവാണ്. ഒരു ഉറുമ്പിനെ പോലും നമുക്ക് സൃഷ്ടിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല. മനുഷ്യൻ ഒരുപാട് വളർന്നു. മനുഷ്യൻ പല സാധനങ്ങളും വെച്ചാണ് ഓരോ ജീവനും മറ്റതും ഉണ്ടാക്കുന്നതെങ്കിൽ ജീവൻ നൽകാൻ മനുഷ്യൻ നൽകിയിട്ടില്ല. അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗിച്ച് മാത്രമാണ് അവൻ ഓരോന്നും കണ്ടെത്തുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഈ ലോകത്ത് ജീവിച്ച് മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.